Good morning to all. Today we started our next module, that is business data analysis. So in this chapter include mainly in data and information. So in this chapter we mainly discussed about features of new generation computers, concept of data analysis, types of analysis, importance of data quality, the social networking analysis, big data analysis, and artificial intelligence and intelligent agents. So we move on the first topic, that is features of new generation computers. So we know today computers are very popular because of their capabilities. So the computer have some significant characteristics which makes them more popular. The important characteristics of computers are discussed in. So the features of new generation computers you already learned in previous classes. So the first feature is speed, the speed of operation. So you know what is speed? The computer has a too much faster to compare to human. So the speed of operation means നമുക്കറിയാം മോഡേൺ കമ്പ്യൂട്ടേഴ്സ് നമുക്കറിയാം കമ്പയർ ടു പ്രീവിയസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ വെച്ച് നോക്കുമ്പോൾ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണ് ടു മച്ച് ഫാസ്റ്ററാണ് അവർ അതായത് കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് അവർ ടു മച്ച് സ്പീഡിലാണ് കാൽക്കുലേഷൻസ് ആയാണെങ്കിലും എന്തൊരു വർക്കാണെന്നുണ്ടെങ്കിലും ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. സോ അതിൻ്റെ അകത്ത് നമ്മൾക്ക് ഒരു ഹ്യൂമൻ ബീങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്തത്ര സ്പീഡ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ റിപ്പീറ്റഡായിട്ട് പഠിച്ചു വന്നിരിക്കുന്ന ഒരു ടേമാണ് കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചറായിട്ടുള്ള സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ കമ്പയർ ടു ഹ്യൂമൻ ബീങ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര സ്പീഡ് ഓഫ് ഓപ്പറേഷൻസ് ആണ് കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ദ സ്പീഡ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് നോട്ട് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സെക്കൻഡ് ഓർ മൈൽ സെക്കൻഡ്സ് ബട്ട് റാദർ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മൈക്രോ സെക്കൻഡ്സ് ഓർ നാനോ സെക്കൻഡ്സ്. അതായത് വളരെ മൈന്യൂട്ട് സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിനെ പറഞ്ഞിട്ടുള്ള വർക്ക്സ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് സ്പീഡ് എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ആക്യുറസി. സോ ആക്യുറസി മീൻസ് നമ്മൾക്കറിയാം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഇലക്ട്രോണിക് ഡിവൈസാണ്. സോ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും കമ്പ്യൂട്ടർ നമ്മൾക്ക് തരുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടേഴ്സ് ആർ വെരി ആക്യുറേറ്റ് ഇൻ പ്രോസസ്സിംഗ് ഡാറ്റ. വൺസ് ദ കറക്റ്റ് ഡാറ്റ ഈസ് എൻറ്റേർഡ് വിത്ത് ദ കറക്റ്റ് പ്രോഗ്രാം ദ റിസൾട്ട് വിൽ ബി ഓൾസോ കറക്റ്റ്. ഇഫ് ദ മിസ്റ്റേക്ക് ഒക്യൂർ ഇൻ ദ കാൽക്കുലേഷൻ ദേ ആർ കമ്മിറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ് ഇൻ ദ പ്രോസസ് ഓഫ് ഫീഡിങ് റോങ് ഡാറ്റ ഓർ റോങ് ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ ഹ്യൂമൻ ബീങ്സ് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റിസൾട്ടും എങ്ങനെയായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ഇൻ കേസ് ഹ്യൂമൻസ് നമുക്കറിയാം കമ്പ്യൂട്ടർ വിത്തൗട്ട് ഹ്യൂമൻ ബീയിങ് കമ്പ്യൂട്ടർ കനോട്ട് വർക്ക്. അപ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ എന്ന് നമുക്കറിയാം. സോ നമ്മൾ ഹ്യൂമൻ ബീങ്സ് കൊടുക്കുന്ന എന്തെങ്കിലും ഡാറ്റാസിൽ ഇൻകറക്ഷനോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഡാറ്റാസാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടും എന്തായിരിക്കും? റോങ് ആയിരിക്കും. സോ കമ്പ്യൂട്ടർ ഒരു തെറ്റ് വരത്തില്ല. ഹ്യൂമൻ ബീങ്സ് എന്ത് ഡാറ്റാസാണോ കൊടുത്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത്. സോ കറക്റ്റ് ഡാറ്റ വി ക്യാൻ എൻ്റർ, സോ ദ റിസൾട്ട് വിൽ ബി ദ കറക്റ്റ്. ഇൻ കേസ് ഓഫ് വി ക്യാൻ എൻ്റർ ദ റോങ് ഡാറ്റ ദ റിസൾട്ട് ഓൾസോ വിൽ ബി ദ റോങ്. സോ അതാണ് ആക്യുറസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് സ്റ്റോറേജ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കറിയാം നമ്മുടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു കപ്പാസിറ്റി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻ ബീങ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വൈഡ് റേഞ്ച് സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് എന്തിനുള്ളത്? കമ്പ്യൂട്ടറിനുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ദ അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഇറ്റ്സ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ലാർജ് വോളിയൂം ഓഫ് ഡാറ്റ ഇൻ എ ഹ്യൂമൻ brain and remember it for a fairly long period of time, but the computer have a capacity to store the large amount of data and instructions can retrieve it as and when is required. That means നമ്മൾ എന്താ പറയുന്നത് സ്റ്റോറേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബ്രെയിൻസിൽ നമ്മൾക്ക് മാസ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ സ്റ്റോർ ചെയ്താൽ തന്നെ നമുക്ക് അധികം കാലം അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൂ. പക്ഷേ കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര റേഞ്ച് ഓഫ് ഡാറ്റാസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അത് എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും നമുക്കത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് നീഡഡ് ആയിട്ടുള്ള ടൈമിൽ ആ ഡാറ്റാസ് റിട്രീവ് ചെയ്തെടുക്കാനും പറ്റും. അതാണ് അനദർ ക്യാരക്ടറിസ്റ്റിക് സ്റ്റോറേജിൽ പറയുന്നത്. സോ the computer have a capacity to
store large amount of data and instructions and it can be retrieved it as when is required it. എപ്പോഴാണോ നമ്മൾക്ക് ആ ഡാറ്റാസ് റിക്വയർഡ് ആയിട്ട് വരുന്നത് ആ ടൈമിൽ നമ്മൾക്ക് റിട്രീവ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾക്കറിയാം CPU ആണ് നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറി യൂണിറ്റ്. സോ ഇൻറ്റേർണൽ മെമ്മറി യൂണിറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ആണ്. ബട്ട് വി ക്യാൻ ഓവർകം ദിസ് ഡിഫക്റ്റ് വെൻ നമ്മൾക്ക് എങ്ങനെ ഇത് ഓവർകം ചെയ്യാനായിട്ട് പറ്റും? വി ക്യാൻ യൂസ് എ സെക്കൻഡറി ഡാറ്റ അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ദാറ്റ് ഈസ് മാഗ്നറ്റിക് ടാപ്പ് ഡിസ്ക് എക്സെട്ര. അപ്പോൾ നമുക്ക് ഈ ഡാറ്റാസിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് നമ്മൾക്ക് എന്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും? എന്തെങ്കിലും ഡിസ്കോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ടാപ്പോ അല്ലെങ്കിൽ പെൻ ഡ്രൈവ്സോ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ദ ഫോർത്ത് പോയിൻ്റ് ഈസ് വെർസറ്റാലിറ്റി. വെർസറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് കമ്പ്യൂട്ടേഴ്സിന് നമുക്ക് ഒരുപാട് വർക്ക് അറ്റ് എ ടൈം തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറയുന്നത് ദ കമ്പ്യൂട്ടർ ആസ് എ വെർസറ്റൈൽ മെഷീൻ ആൻഡ് ആർ കാപ്പബിൾ ഓഫ് പെർഫോമിങ് എനി ടാസ്ക് ആസ് ലോങ് ഇറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സീരീസ് ഓഫ് ലോജിക്കൽ സ്റ്റെപ്സ്. അതായത് നമുക്ക് പറയാം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരുപാട് വർക്ക്സ് അറ്റ് എ ടൈം ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്കൊരു എല്ലാ ഫീൽഡിലും അതിൻ്റെ എന്തുണ്ട് കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്ന് പറയും. ദാറ്റ് മീൻസ് ഒരു ബഹുമുഖ പ്രതിഭ എന്നൊക്കെ നമ്മൾ പറയില്ല. അതാണ് വെർസറ്റൈൽ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് സോ മെനി വർക്ക്സ് നമുക്ക് അറ്റ് എ ടൈം തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു ലോജിക്കൽ സ്റ്റെപ്സും റെഡ്യൂസ് ചെയ്യാണ്ട് തന്നെ. സോ നമ്മൾക്കറിയാം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ കമ്പ്യൂട്ടർ ഇല്ലാത്ത കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഈച്ച് ആൻഡ് എവറി ഫീൽഡ് വി ക്യാൻ യൂസ് കമ്പ്യൂട്ടേഴ്സ്. അത് ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫങ്ഷൻസ് നടത്തുന്നത് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം അതൊരു സയൻറ്റിഫിക് ഫീൽഡ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ഫീൽഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് പർപ്പസ് ആയിക്കോട്ടെ, ഏതൊരു ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് കമ്പ്യൂട്ടർ വി ക്യാൻ നോട്ട് തിങ്ക്. സോ അതാണ് പറയുന്നത് നമുക്കിപ്പോൾ എല്ലാ കാര്യത്തിനും നമുക്ക് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിനൊരു എന്താ പറയുക ഒരു ടയേർഡ്നെസ്സോ കാര്യങ്ങളോ ഇല്ലാണ്ട് നമുക്ക് എല്ലാ വർക്ക്സും ഈസിലി പെർഫോം ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഴ്സിന് പോസിബിളാണ്. സോ അതാണ് വെർസറ്റാലിറ്റി എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ. ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെനി മെഷീൻസ് റിക്വയർ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ടു ഓപ്പറേറ്റ് ആൻഡ് operators have to press necessary key to start and stop. The computer can carry out a particular task on the basis of instruction given to it until the stop instruction is executed. ദാറ്റ് മീൻസ് നമുക്കറിയാം ഇപ്പോൾ കമ്പ്യൂട്ടർ നമുക്കറിയാം ഹ്യൂമൻ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ വെച്ചിട്ടും നമുക്ക് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് എൻ്റെ ടൈം നമുക്ക് കമ്പ്യൂട്ടറിൽ സ്പെൻഡ് ചെയ്യണമെന്നില്ല. കമ്പ്യൂട്ടറിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ഫങ്ഷൻസ് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ആ സെറ്റ് ചെയ്ത ഫങ്ഷൻസിനനുസരിച്ച് നമ്മൾക്ക് വർക്ക് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അതാണ് ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു വർക്കും നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ടും പറ്റും. അതാണ് ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഡെലിജൻസ്. ഡെലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കറിയാം ഒരു കമ്പയർ ടു ഹ്യൂമൻ ബീയിങ്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവാം ടയേർഡ്നെസ്സും ബോറടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ബട്ട് ഇൻ കേസ് ഓഫ് കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് കമ്പ്യൂട്ടേഴ്സ് ആർ ഹൈലി കൺസിസ്റ്റൻറ്റ്. കമ്പ്യൂട്ടേഴ്സ് കൺസിസ്റ്റൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ടയേർഡ്നെസ്, ബോർഡം ആൻഡ് റിസൾട്ട് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. Therefore, are better than human being in performing the larger and repetitive nature. That means എന്താ പറയുന്നത്? ഡെലിഗൻസിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കമ്പ്യൂട്ടേഴ്സിന് ഒരു ബോർഡം ഇല്ലാണ്ടോ ടയേർഡ്നെസ് ഇല്ലാണ്ടോ അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ലാക്ക് ആവാണ്ടോ നമുക്ക് ഒരു ബെറ്റർ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇൻ കേസ് ഓഫ് കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യാനായിട്ടുള്ള പവർ എന്തിനുണ്ട്? കമ്പ്യൂട്ടറിനുണ്ട്. സോ ഡെലിഗൻസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടയേർഡ്നെസ്സും ബോർഡമോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺസെൻട്രേഷനോ ഒന്നുമില്ലാണ്ട് എൻ്റെ വർക്ക് കമ്പ്യൂട്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അതാണ് ഡെലിഗൻസ് എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് ഈസ് കോംപ്ലക്സിറ്റി. നെക്സ്റ്റ് പറയുന്നതാണ് കോംപ്ലക്സിറ്റി. കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പം നമുക്ക് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. പക്ഷേ കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ മോഡൽസ് ആണ് അല്ലെങ്കിൽ ഫോർമുലാസ് ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെയും ഈസിലി അത് വർക്ക് ചെയ്യും. സോ സം ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ വെരി കോംപ്ലക്സ് ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ആൻഡ് impracticable
to do the work manually. Even the complex mathematical model can be analyzed easily with the help of computers. നമുക്ക് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് അല്ലെങ്കിൽ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ഫോർമുലാസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് കോംപ്ലിസിറ്റി എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ലാസ്റ്റ് ഫീച്ചർ ഈസ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ റിലയബിൾ. റിലയബിലിറ്റി ഈസ് മെഷർഡ് ഇൻ ടേംസ് ഓഫ് ദ പെർഫോമൻസ് വിത്ത് ദ പ്രീഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേഷൻസ്. So reliability of result is processed by the computer is high if the program is executed any number of times with the same set of data. Every time the result will be the same. The human intervention is not necessary for the undertaking processing operation at the hardware level. The major cause of reliability is computer system. സോ ദ പ്രീഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളെന്ത് ഇറ്റ് ഈസ് എ റിലയബിൾ. So these are the main features of a new generation computers. So I will repeat the features. That the first one is speed, the second one is accuracy, the third is storage, the fourth point is versatility, fifth one is automatic operation, the sixth one is diligence, and seventh is complexity, and last and final one is reliability. So these are the main features of computer. Next we discussed about data. What is data? The data simply means raw facts and figures. So data simply means raw facts and figures is called data. So data is the raw facts which does not carry any specific meaning. സോ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതിനേക്കാളും മുന്നുള്ളതാണ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് സൈഡിൽ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും. അത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇൻഫോർമേഷനായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന എല്ലാ ഡാറ്റാസിനും അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന എല്ലാ ഐറ്റംസിനെയും നമ്മൾ എന്താ പറയുന്നത്? ഡാറ്റ. ദാറ്റ് മീൻസ് നമ്മൾ പ്രോസസ്സിന് മുമ്പുള്ള കളക്ട് ചെയ്യുന്ന ഐറ്റംസിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ദാറ്റ് second one is data is the unprocessed facts collected in the original form. നമ്മൾ എന്താ പറയുന്നത്? ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺപ്രോസസ്ഡ് ഫാക്ട്സ് ആണ് കളക്റ്റഡ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ ഫോം നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഈസ് സിംപ്ലി മീൻസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ദ അൺപ്രോസസ്ഡ് ഫാക്ട്സ് കളക്റ്റഡ് on its original form. So ഇതാണ് ഡാറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി മൂവ് ഓൺ ദ ഡെഫിനിഷൻ. വെബ്സ്റ്റർ ഇൻ നോൺ കൊളീജിയറ്റ് ഡിക്ഷണറി 1973 ഡിഫൈൻ ഡാറ്റ ആസ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ യൂസ്ഡ് ആസ് ദ ബേസിസ് ഓഫ് റീസണിങ്, ഡിസ്കഷൻ ഓർ കാൽക്കുലേഷൻ. ഇപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡാറ്റ ഇസ് ഡിഫൈൻഡ് ആസ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ യൂസ്ഡ് ആസ് ദ ബേസിസ് ഓഫ് റീസണിങ്, ഡിസ്കഷൻ ഓർ കാൽക്കുലേഷൻ. ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാക്ച്വൽ ഇൻഫോർമേഷൻ ആണ്. ദാറ്റ് മീൻസ് അതൊരു മെഷർമെൻറ്റോ സ്റ്റാറ്റിസ്റ്റിക്സോ എന്തോ ആയിക്കോട്ടെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റീസണിങ്ങിന് വേണ്ടിയിട്ടോ ഡിസ്കഷന് വേണ്ടിയിട്ടോ കാൽക്കുലേഷന് വേണ്ടിയിട്ടോ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു എബോവ് ഡെഫിനിഷൻ നമ്മൾക്ക് പറയാം ദ ഡാറ്റ ഈസ് നമ്പേഴ്സ്, ക്യാരക്ടർ, ഇമേജസ് ഓർ അതർ മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ്. ദാറ്റ് മീൻസ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആവാം, ഇമേജസ് ആവാം, അങ്ങനെ എന്ത് ടൈപ്സ് വേണമെങ്കിലും നമുക്ക് ഡാറ്റാസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഡാറ്റ സിംപ്ലി മീൻസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. So the data mainly divided into two types: qualitative data and quantitative data. The forms of data can be mainly classified into two types. The first one is qualitative data and another category is quantitative data. Quantitative data എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? The qualitative data is the data that uses words and descriptions. Quantitative data എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേർഡ്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻസ് യൂസ് ചെയ്യുന്ന ഡാറ്റാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ദ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ക്യാൻ ബി ഒബ്സർവ്ഡ് ബട്ട് ദ സബ്ജക്റ്റീവ് ആൻഡ് ഫോർ ദ ഡിഫിക്കൽട്ട് ടു യൂസ് ദ പർപ്പസ് ഓഫ് മേക്കിംഗ് കമ്പാരിസൺ. സോ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു വേർഡ്സും ഡിസ്ക്രിപ്ഷൻസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പാരിസണോ കാര്യങ്ങളൊക്കെ ഡിഫിക്കൽട്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ നമ്മൾ പറയാം ഇപ്പോൾ ഒരു ടേസ്റ്റിന് നമ്മൾക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യണത്, എങ്ങനെയാണ് നമുക്കൊരു ന്യൂമറിക്കൽ ടൈമിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക, ടേസ്റ്റ് നല്ലതായിരുന്നു അല്ലെങ്കിൽ മോശമായിരുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, നമുക്കൊരു ന്യൂമറിക്കൽ ടൈമിൽ അല്ലെങ്കിൽ നമ്പേഴ്സിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ഡാറ്റാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ്, അതൊക്കെ നമുക്ക് ഒരു ന്യൂമറിക്കൽ ടേബിളൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഈസ് ദ ഡാറ്റ ദാറ്റ് യൂസസ് ദ വേർഡ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ. സോ നമ്മുടെ വേർഡ്സും ഡിസ്ക്രിപ്ഷനൊക്കെ യൂസ് ചെയ്യുന്ന ഡാറ്റാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് എന്ന് പറയുന്നത്. Mainly these types of data collected through the focus group, interview and open-ended questionnaire etc. സോ മെയിൻലി നമ്മൾ ഇതിൻ്റെ അകത്ത് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് ഒരു ഫോക്കസ് ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ വഴിയോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനെയർ വഴിയോ ആയിരിക്കും നമ്മൾ ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വി മൂവ് ഓൺ ദ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഈസ് ദ ഡാറ്റ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. നമുക്ക് നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാവുന്ന ഡാറ്റാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. സോ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഈസ് ദ ഡാറ്റ ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് വിത്ത് ദ നമ്പേഴ്സ്. നമുക്ക് നമ്പേഴ്സ് വഴി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹൈറ്റ് നമ്മളെങ്ങനെയാണ് പറയുക, ന്യൂമറിക്കലല്ലേ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതേപോലെ വെയിറ്റ് നമ്മൾ ന്യൂമറിക്കലല്ലേ മെഷർ ചെയ്യുന്നത്. അങ്ങനത്തെ ഡാറ്റാസിനെയാണ് നമ്മൾ മെയിൻലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത് ഹൈറ്റ്, വെയിറ്റ്, ഏജ്, അതൊക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. The quantitative data can be expressed visually in graphics and tables and statistically analyzed. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓഫ് എന്താണ്, നമ്മൾ ന്യൂമറിക്കലിയാണ് അത് മെഷർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡാറ്റാസ് സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമ്മൾക്ക് ഗ്രാഫ്സോ അല്ലെങ്കിൽ ടേബിൾസോ വഴി അത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടും പറ്റും. ആ ടൈപ്സ് ഓഫ് ഡാറ്റയാണ് എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. സോ ദ ഫോംസ് ഓഫ് ഡാറ്റേനെ മെയിനായിട്ട് 2 ടൈപ്സിലാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ വേർഡ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ. വേർഡ്സിലും ഡിസ്ക്രിപ്ഷനിലാണ് നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. എക്സാമ്പിൾ പറയുന്നതാണ് ടേസ്റ്റ്, എക്സ്പീരിയൻസ് ഒക്കെയാണ് എക്സാമ്പിൾ പറയുന്നത്. The quantitative data means it can be expressed in numbers. നമുക്ക് നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നതാണ് ഹൈറ്റ്, വെയിറ്റ്, ഏജ്, അതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ എക്സാമ്പിളായിട്ട് വരുന്നത്. So next we move on the another classification of quantitative data, that is categorical and continuous data. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റേനെ വീണ്ടും നമ്മൾ ഫർദർ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കാറ്റഗറിയൽ ആൻഡ് കണ്ടിന്യൂസ് ഡാറ്റ. കാറ്റഗറിയൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ടു ഗ്രൂപ്പ്. ദാറ്റ് മീൻസ് നമ്മൾ ഓരോ കാറ്റഗറൈസിൽ വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലേക്ക് ആക്കും. അതിനെയാണ് കാറ്റഗറിയിൽ ഡാറ്റ എന്ന് പറയുന്നത്. അതായത് കാറ്റഗറി വൈസ് ആയിട്ട് നമ്മൾ തിരിക്കും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 20 ഏജ് ബിലോ ഉള്ളവരെ ഒരു കാറ്റഗറി ആക്കാം, ഒരു 30 to 40 ഏജ് ഉള്ളവരെ നമുക്ക് വേറൊരു കാറ്റഗറി ആക്കാം. അല്ലെങ്കിൽ ജെൻഡറിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നോക്കാം, മെയിൽസിന് നമുക്കൊരു കാറ്റഗറി ആക്കാം, ഫീമെയിൽസിന് നമുക്ക് വേറൊരു കാറ്റഗറി ആക്കാം. സോ കാറ്റഗറിയൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ കാറ്റഗറിയൽ ഡാറ്റ ഇസ് ദ ഡാറ്റ ദാറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ടു ഗ്രൂപ്പ്. നമ്മൾക്ക് ഓരോ ഗ്രൂപ്പിൻ്റെ ബേസിസിൽ കാറ്റഗറൈസ് ചെയ്യാം. അതിനെയാണ് കാറ്റഗറിയൽ ഡാറ്റ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പറയാം, ആൻഡ് ഐറ്റം കനോട്ട് ബി ബിലോങ് ടു മോർ ദാൻ വൺ ഗ്രൂപ്പ് അറ്റ് ദ സെയിം ടൈം. അതായത് സെയിം ടൈമിൽ നമ്മൾക്ക് ഒരു കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ വേറൊരു കാറ്റഗറിയുടെ അണ്ടറിലേക്ക് നമുക്ക് ചേർത്താനായിട്ട് പറ്റില്ല. ഇപ്പം നമ്മൾ മെയില് ഫീമെയിലായിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഫീമെയിലുള്ള പേഴ്സൺസ് എപ്പോഴും എവിടെയായിരിക്കും, ഫീമെയിൽസിൽ തന്നെയായിരിക്കും. നമുക്ക് അവരെ മെയിലിലേക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതാണ് പറയുന്നത്, ഒരു ഐറ്റത്തിന് നമുക്ക് ഒരു കാറ്റഗറി ആക്കാനേ പറ്റുള്ളൂ. ആ സെയിം ടൈമിൽ തന്നെ നമുക്കതിനെ വേറൊരു ഗ്രൂപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് കാറ്റഗറിയൽ ഡാറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കണ്ടിന്യൂസ് ഡാറ്റ. കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കണ്ടിന്യൂസ് ഡാറ്റ ഈസ് ദ ഡാറ്റ ഇറ്റ് ഈസ് മെഷേർഡ് ഓൺ എ കണ്ടിന്യൂസ് റേഞ്ച് ഓർ സ്കെയിൽ. അതായത് കണ്ടിന്യൂസ് ബേസിസിൽ നമ്മൾ ഡാറ്റാസ് മെഷർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുന്നത്. സോ കണ്ടിന്യൂസ് ഡാറ്റ ഓൾ വാല്യൂസ് ആർ പോസിബിൾ വിത്ത് നോ ഗ്യാപ്സ് ഇൻ ബിറ്റ്വീൻ. അതായത് നമ്മൾ മെഷർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്സ് വരുന്നില്ല. അതായത് ഒരു ഹൈറ്റ്, വെയിറ്റ്,
അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ഒരു ഗ്യാപ്പ് വരാനായിട്ട് പാടില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഞാനൊരു ഹൈറ്റ് എടുക്കുകയാണ്, ഇപ്പോൾ ഒരു 50 വരെ എടുത്തിട്ട് പിന്നെ നമുക്ക് വീണ്ടും ഒരു 50 അങ്ങനെയല്ലല്ലോ എടുക്കുക. നമ്മൾ എന്തെടുക്കുക, ഒരു ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ടോട്ടൽ ഹൈറ്റ് എത്രയാണ് അവിടെ വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ഹൈറ്റ് എടുക്കുന്നത്. അല്ലാണ്ട് ഒരു 100 സെൻറ്റിമീറ്റർ ആദ്യം എടുത്തു പിന്നെ വേറെ ഒരു 100 സെൻറ്റിമീറ്റർ എടുത്തു അങ്ങനെയല്ലല്ലോ. നമ്മൾ കണ്ടിന്യൂസ്ലിയാണ് ഹൈറ്റ് എടുക്കുക. ഇപ്പം അതാണ് കണ്ടിന്യൂസ് ഡാറ്റ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ കണ്ടിന്യൂസ് ഡാറ്റ ആർ ദ ഡാറ്റ ഇറ്റ് ഈസ് മെഷേർഡ് ഓൺ എ കണ്ടിന്യൂസ് റേഞ്ച് ഓർ സ്കെയിൽ. ഒരു കണ്ടിന്യൂസ് റേഞ്ച് അല്ലെങ്കിൽ സ്കെയിലിൻ്റെ ബേസിസിൽ നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദർ ആർ എ പോസിബിൾ വിത്ത് നോ ഗ്യാപ്സ് ബിറ്റ്വീൻ ദം. നമ്മൾ ഡാറ്റ മെഷർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിളാണ് ഹൈറ്റ്, വെയിറ്റ് ഒക്കെ. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ. സെക്കൻഡ് വി ഡിസ്കസ്ഡ് അബൌട്ട് ഡാറ്റ ആൻഡ് ദയർ classification. The first is quantitative, second one is qualitative, the third is continuous and categorical data. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. ബാക്കി ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇതാണ്. ഫസ്റ്റ് ഈസ് വാട്ട് ഈസ് ഡാറ്റ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഡാറ്റ എന്താണെന്ന് എഴുതുക, അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന രണ്ട് മെയിനായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ എഴുതുക, അതായത് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും. അത് കഴിഞ്ഞിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ രണ്ട് ഡിസ്ക്രിപ്ഷൻ, അതായത് രണ്ട് ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടില്ലേ, കണ്ടിന്യൂസ് ആൻഡ് കാറ്റഗറിയിൽ, അതും എഴുതാം. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതും കൂടി എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.